ആഹാ, ബിന്ദു ഉറക്കമായിരുന്നു. സന്ധ്യ കഴിയുമ്പോൾ അവൾ ഉറങ്ങും. സാറ് വന്നില്ലേന്ന് ചോദിച്ചോണ്ട് ഇത്രയും നേരം അവളോട് ഇരിക്കുകയായിരുന്നു. മോളെ ബിന്ദു. വേണ്ട, ഉണർത്തണ്ട. എന്താ, ചോറില്ലേ? ഉണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ. ഊണ് കഴിക്കാൻ മറ്റൊരു സ്ഥലം കിട്ടില്ലേ? എന്താ? ഞാൻ ചീത്തയാണ് എന്ന് നാട്ടുകാര് പറയുന്നത് സാറ് കേട്ടില്ലേ? ഒരു ചീത്ത സ്ത്രീയുടെ ഹോട്ടലിൽ നിന്ന് ഊണ് കഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടും. സാറിന്റെ ഭാവി ഈ നാട്ടുകാരുടെ കയ്യിലല്ല. പരാതി അയക്കുന്നെന്ന് കേട്ടു. അതിലും എനിക്ക് പരാതിയില്ല. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല സാർ. എന്നാൽ ചോറ് വിളമ്പൂ, എനിക്ക് വിശക്കുന്നു. ദേവനുണ്ടാ? ഇല്ല. തീപ്പെട്ടിയുണ്ടാ? ഇല്ല. അടുപ്പിൽ തീ കാണുമായിരിക്കും? ഇല്ല. ചേടാ, ഇതെന്താ ഞാൻ എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല എന്ന് പറയുന്നത്? പിന്നെന്താ ഉണ്ടെന്ന് പറയണോ? മളു, നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നാളായി. ഇങ്ങനൊരു സന്ദർഭം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ദേവകി മരിച്ച പിന്നെ എന്റെ മോനൊരമ്മയില്ല. എനിക്ക് മാളുവിനെ ഇഷ്ട. എന്നാലേ എനിക്കിഷ്ടമല്ല. അങ്ങനെ അങ്ങ് എടുത്തടിച്ച് പറയാതെ പെണ്ണേ, എല്ലാത്തിനും ഒരു മയമൊക്കെ വേണ്ടേ? മയപ്പെടാൻ തന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ നോക്ക്. എടി എടി, ദാമുന്റെ കൈ ഇന്നേ ഒരു പെണ്ണും തട്ടിയിട്ടില്ല. എന്നാലേ ഇവിടുത്തെ പെണ്ണ് തട്ടും. ദാമു, ഈ വെട്ടുകത്തി മരം മുറിക്കാൻ മാത്രമുള്ളതല്ല, കഴുത്തും മുറിയും. പറഞ്ഞ മനസ്സിലായോ? ഇറങ്ങു പുറത്ത്. ഇനി ഈ പടി കയറിപ്പോയാൽ തുണ്ടം തുണ്ടമായി വെട്ടിക്കളയും ഞാൻ. കത്തി കാണിച്ച് ദാമുവിന് വരട്ടാമെന്ന് കരുതണ്ട. ഇതിനേക്കാൾ വലിയ കത്തി കണ്ടവനാ ദാമു. ഇറങ്ങണ പുറത്ത്. ഇപ്പൊ ഞാൻ പോകുന്നു, പക്ഷെ പേടിച്ചല്ല. ദേവാ, നമുക്ക് വീണ്ടും കാണാം. ഈ മീനും വാങ്ങിച്ചു വെച്ചുകൊണ്ട് എത്ര നേരമായി ഞാൻ കാത്തിരിക്കുകയാണെന്നോ? എന്തിനാ ഇത്രയും മീന്? മീൻ കണ്ടപ്പോ വാങ്ങണമെന്ന് തോന്നി, വാങ്ങിച്ചു. എന്നാ, നിനക്ക് ഇഷ്ടമാണെങ്കിൽ കരുവി ചിത്തിരി എനിക്കെന്താ? എങ്ങനെയാ കൊണ്ടു തരിക? അച്ഛനുണ്ട്. അതിനൊരു വഴിയുണ്ട്. നിന്റെ അച്ഛൻ ഉറങ്ങിയിട്ട് ഞാൻ രാത്രി വരാം. സൂക്ഷിച്ചു വരണേ, അച്ഛൻ കണ്ടാ കൊന്നാലേ. വരണേ. മാളു, നന്നായിരിക്കുന്നു. ഒളിച്ചും പതുങ്ങിയാണേലും നീ വെച്ചു വിളമ്പി തരുന്നത് തിന്നാൻ നല്ല രുചിയാ.
അച്ഛൻ ഉറങ്ങിയോ? നല്ല ഉറക്കം. ആകാശം ഇടിഞ്ഞു വീണാ പോലും എണീക്കില്ല. എന്നും ഇങ്ങനെ കഴിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. മുത്തിയുടെ തുള്ളലിന് ഇനി എത്ര ദിവസം കഴിയണം? ഓ, അതിനു മുമ്പ് കല്യാണം കഴിച്ചാൽ എന്താ? നമ്മളല്ലേ കല്യാണം കഴിക്കുന്നത്, നിന്റെ അച്ഛനല്ലല്ലോ. വയസ്സാം കാലത്ത് അങ്ങേർക്കറിയാമോ നമ്മുടെ വിഷമത? വേഗം കൊണ്ടിട്ട് എഴുന്നേറ്റേ. ഇതാ കൈ കഴുകാൻ വെള്ളം. ആരാ അത്? ഞാനാണ് സാർ, തുളസി. സാർ, സാർ. എന്താ തുളസി ഈ രാത്രി? സാർ, ബിന്ദുവിന് പനി വളരെ കൂടുതലാണ്. എന്റെ മോള് പിച്ചമ്മയും പറയുന്നു. എനിക്കാരുമില്ല. എന്റെ മോള് ഞാൻ കാണുമ്പോ അത്ര കൂടുതലല്ലായിരുന്നല്ലോ. പെട്ടെന്ന് കൂടിയതാ സാർ. എന്റെ മോള് കരിവാളിച്ച് കിടക്കുക. സാർ ഒന്ന് സഹായിക്കണം. ശരി, നമുക്കൊണ്ട് ആസ്പത്രിയിൽ എത്തിക്കാം. സാറ് വന്നില്ലേ? ഞാനിവിടെ ഉണ്ട് മോളെ. സാറ് പോകരുത്. ഇല്ല മോളെ. നീ പോയിട്ടുണ്ടോ ആര്യങ്കാവിലെ കുടിയേറ്റിന്? തെക്കേ ചിറക്കേക്കര പൂരത്താങ്കാവില്ലേ, അതിനപ്പുറത്തൊന്നും ഞാൻ പോയിട്ടില്ല. നമുക്ക് പോണം. നിന്നെ ഞാൻ കൊണ്ടുപോകും. എന്ത് ചേലാണെന്നോ, നിറയെ കച്ചവടം ഉണ്ടാവും. വെടിക്കെട്ട് ഉണ്ടാവോ? ആ, കൊള്ളാം. ഉണ്ടാവുമെന്നോ? നിനക്ക് എന്തറിയാം? ആ, ഞാൻ പോയിട്ട് വരുമ്പോ നിനക്ക് എന്താ കൊണ്ടുവരണ്ടേ? എനിക്കൊന്നും വേണ്ട, വേഗം മടങ്ങി വന്നാ മതി. നീ എന്ത് പെണ്ണ? ഞാൻ എപ്പോ എന്ത് വേണമെന്ന് ചോദിച്ചാലും വേണ്ട വേണ്ട എന്ന് തന്നെ ഉത്തരം പറയുക. ശരി, എനിക്കൊരു ചിന്തൂര ചെപ്പ് കൊണ്ടുവരൂ. പളങ്ക് വെച്ചൊരു ചെറിയ ചെപ്പ് മതി. കൊണ്ടുവരാം. പളങ്ക് വെച്ചൊരു ചെറിയ ചെന്തുരച്ചപ്പ്. ശരി, ഞാൻ പോട്ടെ. 2 ദിവസം എവിടെയായിരുന്നു? ആശുപത്രി. എന്തായിരുന്നു അസുഖം? ആ ബിന്ദുവിന് പനി കൂടുതലായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഗുരുശിഷ്യ ബന്ധം. അതോ ഗോപി തുളസി ബന്ധമാണോ? ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാം. പറയേണ്ടത് പണ്ടേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ വകവച്ചില്ല. നിങ്ങൾ ആ സ്ത്രീയുടെ കൂടെ ഹോട്ടൽ മുറിയിലായിരുന്നില്ലേ? അല്ല. കള്ളം, പച്ചക്കള്ളം. നിങ്ങളെ രണ്ടുപേരെയും ഹോട്ടൽ മുറി വെച്ച് കണ്ടവർ ഈ നാട്ടിലുണ്ട്. സൗകര്യത്തിന് വേണ്ടി ആസ്പത്രിയുടെ അടുത്ത് ഹോട്ടൽ ഞാൻ ഒരു മുറിയെടുത്തു. ഒരിക്കൽ തുളസി ഇവിടെ വരികയും ചെയ്തു. കാള വാല് വെക്കുമ്പോ കാര്യം അറിയാമല്ലോ. നിങ്ങൾക്ക് ബുദ്ധിമാന്മാരും ഞങ്ങൾക്ക് പിറ്റീടുവാണെന്ന് കരുതരുത്. ബുദ്ധി കൊണ്ട് സത്യത്തെ അപമാനിക്കരുത്. ഈ സ്ഥാപനത്തിൽ നിങ്ങൾ തെളിവായിരുന്നു. സാർ, ഒരു ഹെഡ് മാസ്റ്റർ എന്ന നിലയ്ക്ക് സാറിന് വല്ലതും പറയാനുണ്ടോ? പറഞ്ഞൊന്നും പോലെ. അതെല്ലാം അസംബന്ധങ്ങളാണ്. 2 ദിവസം ഞാൻ സ്കൂളിൽ വന്നില്ല. അവധിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. കൂടുതൽ ചിന്തിക്കാനും വ്യാഖ്യാനിക്കാനും ഒരു ഹെഡ് മാസ്റ്റർക്ക് അധികാരമുണ്ടെന്ന് KER പറയുന്നുണ്ടോ? ഓഹോ, നിയമത്തിലേക്ക് കടന്നു. അറിവില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ നിയമം പഠിപ്പിക്കേണ്ടി വന്നതിൽ ഞാൻ ഖേദിക്കുന്നു. സ്റ്റാഫ് റൂമിൽ താമസിക്കാനും നിയമമില്ലെന്ന് അറിയാമല്ലോ. അറിയാം. എന്നാൽ ഉടനെ ഇവിടെ നിന്ന് മാറി താമസിക്കണം. ശരി സാർ. ഗോപി സാർ, ഗോപി സാർ. സാറ് സ്റ്റാഫ് റൂമിൽ നിന്ന് മാറാൻ പോകുന്നെന്ന് കേട്ടു. അതെ. മറ്റു സ്ഥലം വല്ലതും കിട്ടിയോ? ഇല്ല. ഇനിയെങ്കിലും വേണ്ട. ടീച്ചറിന്റെ വീട്ടിലേക്ക് എന്തായാലും ഞാനില്ല. ഇപ്പോൾ തന്നെ എനിക്ക് ഈ നാട്ടിൽ നല്ല പേരാ. അത് ഞാൻ കാരണം ടീച്ചറിന് കൂടി ഉണ്ടാവരുമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ക്ഷമിക്കണം ടീച്ചർ. ടീച്ചർ മറ്റൊന്നും വിചാരിക്കരുത്. എന്നെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു, എന്റെ ചേട്ടൻ. അദ്ദേഹം മരിച്ചുപോയി. ഗോപി സാറിനെ കാണുമ്പോഴെല്ലാം എനിക്കെന്റെ ബാലേട്ടന് ഓർമ്മ വരും. അപ്പോ ഗംഭീരമായിരുന്നത് പറ ഇത്തവണത്തെ കൊടിയേറ്റ്. എടാ ഗോപാല, നീ എന്തായി പറയണത്? 11 മുന്തിയ വെടിക്കാരോട് 5.5 നാഴിക മത്സരിച്ചതിന് ശേഷമാണ് കിഴക്കടനാശാനെ ജയിക്കാൻ കഴിഞ്ഞത്. അവസാനത്തെ ആ ഗരുഡൻ വെടിയുണ്ടല്ലോ, ഇതാ ഇങ്ങനെ. അയ്യോ, അല്ല ഇതെന്താ ചെയ്യാൻ പോണേ? ഒരു ചെപ്പിന് വേണ്ടി ചാടി ചാകാൻ പോണോ? നല്ല അടിയൊഴുക്ക. എന്റെ പൊന്നു മാളൂട്ടിയല്ലേ, ഞാൻ മറന്നതല്ലെന്നേ. വേണമെങ്കിൽ ആ ഗോപാലിനോട് ചോദിച്ചു നോക്ക്. എനിക്ക് ആരോടും ചോദിക്കണ്ട.
ലേശമെങ്കിലും എന്നോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ. ശരി, എങ്കിൽ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. എവിടെ പോവാ? എവിടെയാന്ന്? പളങ്കി ചെപ്പ് എടുക്കാൻ. എവിടുന്ന്? പുഴയുടെ അടിയിന്ന്. എങ്ങനെ എടുക്കുക? പുഴയെ ചാടിയിട്ട്. അടി ഒഴുക്കില്ലേ? അതിന് നിനക്കെന്താ? ഒഴുക്കിൽ പോയാലും ഞാനല്ലേ പോവുക? ഞാൻ നിന്റെ ആരാ? നിനക്ക് പളങ്കി ചെപ്പല്ലേ വേണ്ടു? അതെടുത്ത് നിന്റെ കയ്യിൽ തന്നാലല്ലേ നിനക്ക് വിശ്വാസമാകൂ എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്ന് തെളിയൂ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ? ഞാനും വെറുതെ പറഞ്ഞതല്ലേ. അടുത്ത കൊടിയേറ്റത്തിന് ഞാൻ നിനക്ക് നല്ലൊരു ചെപ്പ് വാങ്ങിക്കൊണ്ടു തരാം. ചിരിച്ചേ, ചിരിച്ചേ. സാറ് എങ്ങോട്ടാ പോണേ? ഒരു രൂപവുമില്ല. സാറിന് ഇഷ്ടമാണെങ്കിൽ എന്റെ വീട്ടിൽ താമസിക്കാം. അത് ബുദ്ധിമുട്ടല്ലേ മാളു? ഒരു ബുദ്ധിമുട്ടും ഇല്ല സാറേ. ദേവനത് ഇഷ്ടമാകുമോ? എനിക്ക് സമ്മതമാ സാറേ. സാറിനെ പോലത്തെ ആൺകുട്ടികൾക്ക് കയറി കിടക്കാൻ ഒരു സ്ഥലം തരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ സാറേ ഞങ്ങൾ മനുഷ്യന്മാരാണെന്നും പറഞ്ഞു ഇവിടെ കഴിയുന്നത്? സാറേ അങ്ങ് നന്നാട്ടെ. വരണം സാറേ, വാ. സാർ ചായ ചായക്കടയിൽ നിന്ന് വാങ്ങിയതാണ് സാർ. ഇവിടെ കാപ്പിയും ചായ ഒന്നും ഉണ്ടാക്കില്ലേ? ഇവിടുത്തെ ചായ സാറ് കുടിക്കുമോ? ഇവിടെ എന്താ പകർച്ചവ്യാധി ഉണ്ടോ? മാളു, ഈ വീട്ടിൽ നിന്ന് ഊണ് കഴിക്കുന്നത് എനിക്ക് സന്തോഷമാണ്. പക്ഷേ ഹോട്ടലിൽ നിന്ന് ഞാൻ പേടിച്ചു മാറിയെന്ന് വരരുത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി ഊണ് കഴിക്കുന്നത്.